ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. SSF വൈലത്തൂർ ഡിവിഷൻ 32ാമത് എഡിഷൻ സാഹിത്യോത്സവ് തലമുറകളുടെ ആഘോഷം ജൻ കാർണിവൽ എന്ന പ്രമേയത്തിൽ 2025 ജൂൺ 28-29 ശനി ഞായർ തീയതികളിൽ കുറുകത്താണിയിൽ വെച്ച് നടക്കും. തലമുറകളുടെ ആഘോഷം ജൻ കാർണിവൽ എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ടാണ് ഡിവിഷൻ സാഹിത്യോത്സവം നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ഓരോ തലമുറകൾ മാറുമ്പോഴും വ്യത്യസ്തമായ സാമൂഹികവും സാംസ്കാരികവുമായ ചില വ്യതിയാനങ്ങൾ എല്ലാ തലമുറകളിലും നമുക്ക് കാണാൻ കഴിയുമെങ്കിലും പുതിയ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് ജെൻസി, ജെൻ ആൽഫ പോലുള്ള പുതിയ തലമുറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാംസ്കാരികവും സാമൂഹികവുമായ മാറ്റങ്ങളെ ഗുണപരവും ഗുണാത്മകവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തെ ദോഷകരമായി ബാധിക്കുന്നതുമായ വ്യത്യസ്തമായ പ്രവണതകളെ അധികരിച്ചുകൊണ്ടും ഇന്ന് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയും ആധികളെയും ചർച്ച ചെയ്ത് യഥാർത്ഥത്തിൽ പുതിയ തലമുറ എങ്ങനെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്, അവരുടെ ചിന്താരീതികൾ, അവരുടെ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ, അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പരിതസ്ഥിതികളെ കുറിച്ച് കൃത്യമായി പഠിക്കുക, ഇങ്ങനെ വ്യത്യസ്തമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ സാഹിത്യോത്സവം ആവിഷ്കരിച്ചിട്ടുള്ളത്. നമ്മുടെ സാഹിത്യോത്സവിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ കർമ്മ പദ്ധതികൾ സ്വാഗത സംഘവും ഡിവിഷൻ പ്രോഗ്രാം സമിതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി ജൻ കാർണിവൽ, തലമുറകളുടെ ആഘോഷം എന്ന ഈ പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് ജൻ ടോക്കുകളും ജൻ ഡയലോഗുകളും നടക്കുന്നുണ്ട്. മൈൻഡ് ദി ഗ്യാപ്പ് എന്ന പേരിൽ ഫാമിലി മീറ്റ് നാളെ വെള്ളിയാഴ്ച ജൂൺ 27-ന് കുറുകത്താണിയിൽ വെച്ച് നടക്കുന്നുണ്ട്. പിന്നീട് 28, 29 ശനി ഞായർ ദിവസങ്ങളിലായി മത്സരങ്ങൾ നടക്കുകയും അതിൻ്റെ വ്യത്യസ്തമായ ഇടവേളകളിൽ ഈ പ്രമേയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംസാരങ്ങളും ചർച്ചകളും പാനൽ ഡിസ്കഷനുകളും നടക്കുന്നുണ്ട്. ജൻസിയുടെ ലോകം, അതുപോലെ പുതിയ തലമുറയുടെ ആകാശ അതിരുകൾ എന്നീ വ്യത്യസ്തമായ ടൈറ്റിലുകളിലായി ഈ പ്രമേയത്തെ അധികരിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മുടെ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് SSF കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ എന്നവരാണ്. ഈ ഉദ്ഘാടന സെഷനിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ എഴുത്തുകാരനും പ്രഭാഷകനും സാംസ്കാരിക പ്രവർത്തകനുമായ MJ ശ്രീചിത്രൻ മുഖ്യാതിഥിയാകും. സമാപന സമ്മേളനം സംസ്ഥാന കേന്ദ്ര മുഷാവറാംഗം അബ്ദുൾ റഷീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SYS കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് സയ്യിദ് ജലാലുദ്ദീൻ ജിലാനി അവാർഡ് ദാനവും SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജാഫർ ഷാമിൽ ഇർഫാനി അനുമോദന പ്രഭാഷണവും നടക്കും. 1000-ഓളം ഫാമിലികളിലും 100-ലധികം ബ്ലോക്കുകളിലും 54 യൂണിറ്റുകളിലും 6 സെക്ടറുകളിലുമായി സാഹിത്യോത്സവ് പൂർത്തീകരിച്ചാണ് ഡിവിഷൻ സാഹിത്യോത്സവ് നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവിൽ 600-ൽ പരം പ്രതിഭകൾ 150 മത്സരങ്ങളിലായി മാറ്റുരയ്ക്കുന്നു. 1000-ഓളം ഫാമിലികളിലെ സാഹിത്യോത്സവം പൂർത്തീകരിച്ച് 100-ലധികം ബ്ലോക്കുകളിലും 54 യൂണിറ്റുകളിലും 6 സെക്ടറുകളിലും സാഹിത്യോത്സവം ഇതിനോട് പൂർത്തീകരിച്ചു. ഇനി ഡിവിഷൻ സാഹിത്യോത്സവിൽ 500-ഓളം പ്രതിഭകൾ 130-ലധികം മത്സരങ്ങളിലായി 2 ദിവസം 6 സെക്ടറുകളിൽ നിന്നുള്ള പ്രതിഭകൾ ഈ സാഹിത്യോത്സവം മാറ്റിവെക്കുകയാണ്. ഡിവിഷൻ സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി പ്രാസ്ഥാനിക സംഗമം, വിദ്യാർത്ഥി കൺവെൻഷൻ, ഫാമിലി മീറ്റിംഗ്, മെഡിക്കൽ ക്യാമ്പ്, സൗഹൃദ സംഗമം എന്നിവ നടത്തും. ജൂൺ 28 ശനി 4-ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി സാഹിത്യോത്സവിന് തുടക്കമാകും. സ്വാഗത സംഘം ചെയർമാൻ കുഞ്ഞുമോൻ തങ്ങൾ പതാക ഉയർത്തും. SYS താനൂർ സോൺ ഫിനാൻസ് സെക്രട്ടറി സയ്യിദ് സക്കരിയ ജീലാനി പ്രാർത്ഥന നിർവഹിക്കും. SSF കേരള ജനറൽ സെക്രട്ടറി ഡോക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്യുന്ന സാഹിത്യോത്സവിൽ പ്രശസ്ത എഴുത്തുകാരൻ MJ ശ്രീചിത്രൻ അതിഥിയാകും. ജൂൺ 29 ഞായർ വൈകുന്നേരം നടക്കുന്ന സമാപന സംഗമം സമസ്ത കേരള മുഷാവറ അംഗം അബ്ദുൾ റഷീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. SSF മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ജഹഫർ ഷാമിൽ ഇർഫാനി അനുമോദന പ്രഭാഷണം നടത്തും. SYS കേരള എക്സിക്യൂട്ടീവ് അംഗം സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ അവാർഡ് ദാനം നിർവഹിക്കും. തലമുറകളുടെ ആഘോഷം എന്ന പ്രമേയത്തെ കേന്ദ്രമാക്കി ജൻസിയുടെ ലോകം, മൈൻഡ് ദ ക്യാപ്പ് എന്നീ ശീർഷകങ്ങളായി ജൻ ഡയലോഗുകൾ നടക്കും. ജൻ കണക്ട് എന്ന പേരിൽ 2 ദിവസങ്ങളിലായി ജനറേഷൻ എക്സിബിഷനും നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 20 TV.